മർഹബ ഗായ്സ്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയോ? ഇത് നമ്മുടെ ഖത്തർ നാഷണൽ മ്യൂസിയമാണ്. ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നമ്മൾ അത് മാത്രം കുറേ നേരം ഇങ്ങനെ വായി നോക്കിയിരിക്കും. കാരണം ഞാൻ അതിൻ്റെ പുറത്തുനിന്ന് തന്നെ ഒത്തിരി ഫോട്ടോസ് എടുത്തു. എന്ത് ഭംഗിയാണെന്നറിയോ? എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വീക്കെൻഡിൽ പോകരുത്. വീക്കെൻഡിൽ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇത് ഞാൻ വർക്കിംഗ് ഡേയ്സിലാണ് പോയത്, അപ്പോൾ അത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇവിടെ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഖത്തറികൾക്കും ഖത്തർ റെസിഡൻസിനും ഇവിടെ ചാർജ് വരുന്നില്ല, ഫ്രീ ആണ് എൻട്രി. അല്ലെങ്കിൽ 50 ഖത്തർ റിയാൽ എന്തോ കൊടുക്കണം എൻട്രി ഫീ ആയിട്ട്. കുട്ടികൾക്കും ഉണ്ട്, അത് എത്രയാണെന്ന് എനിക്കറിയില്ല. ഈ ടണലിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി ഞാൻ ഒന്ന് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്ത് രസമാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഈ പൂളിലൊക്കെ ഇറങ്ങുന്ന ആൾക്കാർക്ക് വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ വെള്ളത്തിലിങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിൽ കയറി കിട്ടും. നിങ്ങളിതൊക്കെ കണ്ടോ? ഞാൻ ഇനി പറഞ്ഞു കുളമാക്കുന്നില്ല, അതായിരിക്കും നല്ലത്. ഈ ഏരിയ ഉണ്ടല്ലോ മ്യൂസിയത്തിൻ്റെ, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തൊരു ഏരിയ കൂടി ഉണ്ട്. അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ലൈക്ക് ഒട്ടകങ്ങളുണ്ട്, ഇവൻ ഒരു കിണറുണ്ട്, ഒരു പാലസ് തന്നെ ഉണ്ട് പുറത്ത്. ഇനി എന്ത് വേണം? ഇവർ പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ടെൻ്റൊക്കെ പോലെ കേട്ടില്ലേ, അങ്ങനെയാണോ പറയണമെന്ന് എനിക്കറിയില്ല, അത് വരെ ഉണ്ട് പുറത്ത്. ഈ കിളിവാതിലിൽ കൂടി ഇങ്ങനെ വ്യൂ നോക്കാൻ നല്ല രസമാണ്. ഇതിൻ്റെ മേളിൽ ഒരു ടെറസ് ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ ഒരു കപ്പിൾ അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ട് ഞാൻ അവരുടെ പുറകെ പോയി. ആക്ച്വലി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി പറയാം. ടാറ്റാ, ബൈ.